നമ്മുടെ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ച പല രാജ്യങ്ങളെയും നമ്മൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് അയച്ച പല ഡ്രോണുകളും തുർക്കിയിൽ നിന്നും അവർ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ പാകിസ്ഥാനിലേക്ക് എത്തിച്ച ഡ്രോണുകളായിരുന്നു. പോരാത്തതിന് റഷ്യയുടെ S-400 തുർക്കി പാകിസ്ഥാന് കൊടുക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഈ ഇടയ്ക്കാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ തുർക്കിയെ വലിയ രീതിയിൽ സാമ്പത്തികമായി തളർത്തുകയാണ് നമ്മുടെ രാജ്യം ഇന്ത്യ. തുർക്കിഷ് ആപ്പിളുകളും മാർബിളുകളും എല്ലാം തന്നെ ഇവിടെയുള്ള ജനങ്ങൾ സ്വമേധയാ മുൻകൈയെടുത്ത് നിരോധിക്കുന്ന അല്ലെങ്കിൽ അതിന് ബഹിഷ്കരണം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇതോടുകൂടി തുർക്കി ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഉലച്ചിൽ രൂപപ്പെട്ടു. പോരാത്തതിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുർക്കിയുമായി അതിർത്തി പങ്കിടുന്ന പല രാജ്യങ്ങളിലും പോയി, സൈപ്രസ് അടക്കമുള്ള രാജ്യങ്ങളിൽ പോയി നമ്മുടെ സുഖോയ് വിമാനങ്ങളും ബ്രഹ്മോസും അടക്കമുള്ളവ അവർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതും തുർക്കിക്ക് വലിയ ക്ഷീണമായി. പോരാത്തതിന് ഗ്രീസുമായും അർമേനിയയുമായും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. അതും തുർക്കിയെ അലോസരപ്പെടുത്തുന്ന വിഷയം തന്നെയാണ്. ഇപ്പോഴിതാ ടൂറിസവുമായി ബന്ധപ്പെട്ട തുർക്കിയുടെ നട്ടലൊടിക്കുന്ന ഒരു തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ ടൂറിസ്റ്റ് ടു തുർക്കി പ്ലഞ്ച്. മെയ് ജൂലൈ ഡാറ്റ ഷോസ് എ ഷാർപ്പ് ഫോൾ ആഫ്റ്റർ ബോയ്ക്കോട്ട് തുർക്കി ട്രെൻഡ്സ് പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ. അതായത് ബോയ്ക്കോട്ട് തുർക്കി എന്ന് പറയുന്ന ആ ഒരു ഹാഷ്ടാഗ് ട്രെൻഡിങ്ങിൽ വന്നതിന് ശേഷം ഇപ്പോഴിതാ മെയ്യിലും ജൂലൈയിലെയും ഡാറ്റ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവ് വന്നിരിക്കുന്നു. മെയ്യിൽ 41,554 പേർ 2024 ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ 2025 മെയ്യിൽ അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 30,000 കുറഞ്ഞിരിക്കുന്നു. ജൂണിൽ 38,307 പേരാണ് പോയിട്ടുള്ളതെങ്കിൽ ഈ വർഷം ജൂണിൽ അത് 20,000 കുറഞ്ഞിരിക്കുന്നു. ജൂലൈയിൽ 28,875 2024 പോയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ജൂലൈയിൽ അത് 15,000 കുറഞ്ഞിരിക്കുന്നു. അതായത് ഓരോ മാസം കഴിയും തോറും തുർക്കിയിലേക്ക് പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ് തുർക്കിക്ക് ഉണ്ടാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.